ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് വിഷയം കേട്ടോ. അതായത് ഞാനിപ്പോ രാഹുലിനെ അനുകൂലിച്ചെന്നും സ്ത്രീ വിരോധിയാണെന്നുള്ള മെസ്സേജുകളൊക്കെ വന്നതുകൊണ്ട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യത്തെ ആരോപണവും പരാതിയും ഒക്കെ വന്നപ്പോൾ തന്നെ ഞാൻ അതിന് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. രാഹുലിനെ അനുകൂലിച്ചല്ല ഞാൻ ആ വീഡിയോ ചെയ്തത്. പീഡനം എന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കരുതെന്നും ഇഷ്ടപ്രകാരം രണ്ടുപേരും കൂടി ചെയ്ത ഒരു സാധനം പിന്നീട് നാളുകൾ കഴിയുമ്പോൾ എങ്ങനെയാണ് അത് പീഡനമായി മാറുന്നതും എന്നാണ് ഞാൻ ചോദിച്ച ഒരു ചോദ്യം. ആ ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം എനിക്ക് മെസ്സേജുകൾ അയക്കുന്നവരൊന്ന് പറഞ്ഞു തരണം. കാരണം വഞ്ചിച്ചു, ചതിച്ചു, അല്ലെങ്കിൽ അബോർഷൻ നടത്താൻ നിർബന്ധിച്ചു എന്നൊക്കെ കേസ് കൊടുക്കാം. അതിനൊന്നും ഞാൻ എതിരുമല്ല, തർക്കവും ഇല്ല. അങ്ങനെ ഒരു വഞ്ചന രാഹുൽ ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പീഡിപ്പിക്കുന്നയാൾക്ക് ഫ്ളാറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും വില കൂടിയ വസ്ത്രങ്ങളും ചെരുപ്പുകളും വാങ്ങിച്ചു കൊടുക്കുകയും പീഡിപ്പിച്ചയാളെ കുറച്ച് നാള് രണ്ടുപേരും സ്വയം ഇഷ്ടപ്രകാരം പലയിടത്തും മുറിയെടുത്ത് താമസിക്കുകയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? അതിനുള്ള ഉത്തരം കൂടെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്ത്രീ വിരോധിയാകുന്നത്? ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്കൊരു മകളുണ്ട്. അതുപോലെ